ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നേക്കുന്ന സെലേരിയോ ZXi പ്ലസ് വേരിയൻ്റ് ആണ്. ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്ര വരും, അതുപോലെ തന്നെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് എത്ര അടച്ചെടുക്കാൻ പറ്റും, ഇപ്പോൾ 7 വർഷത്തേക്ക് നിങ്ങൾ ലോൺ ഇട്ടാൽ എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് 5 വർഷം, അതെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഇത് ഫുള്ള് പാക്കേജ് ഇട്ടേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് ചോദിക്കാം. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വെഹിക്കിളാണ്. ഇതിൻ്റെ പേര് സിലേറിയോ എന്നാണ്. ഇതിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ZXi പ്ലസ് ആണ്, ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. മാർക്കറ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വെഹിക്കിളാണ്. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ ടോപ്പ് ഡിസൈനാണ്. യൂഷ്വലി ഉള്ള വെഹിക്കിളിനെക്കാട്ട് വളരെ ഡിഫറെൻ്റ് ആണ് ഇതിൽ ഡിസൈൻ വരുമ്പോൾ. കൂടുതലും വാട്ടർ ഡ്രോപ്പ് ആ ഒരു കൺസേണിൽ ഇറക്കിയിരിക്കുന്ന ഒരു വെഹിക്കിളാണ്. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അലോയ് വീൽസ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ദെൻ സ്റ്റീരിയോ, റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഒരു വണ്ടി ഈ ലുക്കിലാവാൻ വേണ്ടി വെറും 30,000 രൂപയാണ് ചിലവാക്കിയേക്കുന്നത്. അത് നിങ്ങൾ മറക്കണ്ട. ഫുള്ള് ഒരു 50,000 രൂപയുടെ സാധനം ചെയ്തിട്ടുണ്ട്. പക്ഷേ പാക്കേജ് ആയതുകൊണ്ട് ഒരു 30,000 രൂപയ്ക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു കസ്റ്റമറായിട്ട് എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കണം. എൻ്റെ ഇപ്പോൾ 1 ലക്ഷം രൂപയേ ഉള്ളൂ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ. അപ്പോൾ എനിക്ക് ബാക്കി ഒരു 7 വർഷത്തേക്ക് എത്ര രൂപയാണ് ലോൺ വരുന്നതെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അതൊന്ന് പറഞ്ഞു തരണം. യൂഷ്വലി EMI നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിബിൽ സ്കോർ ബേസിസിലാണ് വരുന്നത്. നമുക്കൊരു സിവിൽ വേറെ ഇഷ്യൂസൊന്നും ഇല്ല. ഡൗൺ പേയ്മെൻറ്റ് 1 ലക്ഷം ഉണ്ടെങ്കിൽ 7 years വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 13 അടുപ്പിച്ച് വരും. മന്ത്ലി EMI വരുന്ന 13,000 രൂപ വരും. ZXi പ്ലസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്ട്രാ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ആഡ് ചെയ്തേക്കുന്നത്. ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ഈ സ്റ്റീരിയോ, ഇതെല്ലാം നമുക്ക് ഈ വണ്ടിയിൽ ഓൾറെഡി വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഈ ഒരു ഫോഗ് ലാമ്പ് ഗാർണിഷ്, ക്രോം ഫിനിഷ്, അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ സ്കേർട്ടിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്പർ പ്ലേറ്റ് ഗാർണിഷ്, ഇത് നമ്മൾ സൈഡ് പോർഷൻ നോക്കുമ്പോൾ അലോയ് വീല് ഓൾറെഡി ഇതിനുണ്ട് ഈ വേരിയൻറ്റിൽ. പിന്നെ നമ്മൾ ഈ വീലാർച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സ്കേർട്ടിങ്സ് വന്നതുപോലെ സൈഡ് സ്കേർട്ടിങ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ബീഡിംഗ് ആണ്, സൈഡിലെ ബീഡിങ്. അതിലൊരു ക്രോം ഫിനിഷും കൂടെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാത്തിലും റബ്ബർ ബീഡിംഗ് ആണ് വരുന്നത്. അത് മാറിയിട്ട് വിൻഡോ ഫ്രെയിം കിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോർ വേസറും ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടൊരു ക്രോം ഫിനിഷും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ സ്പോയിലർ നമ്മൾ ബ്ലാക്കാണ് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്യാമറ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടിലും സൈഡിലും സ്കേർട്ടിങ്സ് വന്നതുപോലെ ബാക്കിലും വന്നിട്ടുണ്ട്. സൈഡ് നമ്പർ പ്ലേറ്റ് ഗാർണിഷും അതുപോലെ തന്നെയാണ് ബാക്കിലെ പോർഷൻ. പിന്നെ വന്നേക്കുന്നത് ഈ ഒരു ഡിക്കി ഗാർണിഷാണ്. അത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക് പോർഷൻ നോക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പോർഷനും അതുപോലെ തന്നെയാണ്. പിന്നെ നമുക്കിതിൻ്റെ സീറ്റ് കവറും കാര്യങ്ങളും നോക്കാം. നല്ല ക്വാളിറ്റി വരുന്നതാണ്. നല്ല ക്വാളിറ്റി വരുന്ന പ്രീമിയം മാറ്റും അതുപോലെ തന്നെ സീറ്റ് കവറും ഇതെല്ലാം നമുക്ക് വാറൻറ്റി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇതിപ്പോൾ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. പിന്നെ അതുകൊണ്ടേ ഈ ഡോർ പാഡിൻ്റെ അവിടെയായിട്ട് അത് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഇൻറ്റീരിയർ പോലെ നല്ല ഭംഗിയുണ്ട്. പിന്നെ വരുന്നത് ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. അക്സസറീസിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത്. സ്റ്റിയറിംഗ് ഗ്രിപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് നിങ്ങൾ പിന്നെയും മറക്കരുത്. വർക്കല സാരഥിയാണ്. കസ്റ്റമറിന് ഇഷ്ടാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ പറയുന്നത് പോലെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, വർക്കല സാരഥി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നമ്മളെ വിളിക്കുക. നമ്പർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.